വീണ്ടും ട്രെയിനിന് നേരെ കല്ലേറ്. 3 കോച്ചുകളുടെ ജനലുകൾ തകർത്തു. 2 തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പിടികൂടി പോലീസ്. കാൺപൂരിലെ ചന്ദാരി റെയിൽവേ സ്റ്റേഷന് സമീപം ന്യൂഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിനെ തുടർന്ന് ജനൽ ചില്ലുകൾ പൊട്ടുകയും കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. അതുപോലെ ട്രെയിൻ അട്ടിമറിക്കാനും ട്രെയിനിന് നേരെ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അല്ലെങ്കിൽ ഇതിന് പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവർ ഇന്ത്യയിൽ വലിയ ദുരന്തങ്ങൾ വിതയ്ക്കാൻ ലക്ഷ്യമാക്കി തന്നെയാണ് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് ഭീകര ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് ഇവരുടെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നതായി വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് RPF, സെൻട്രൽ സ്റ്റേഷൻ പോസ്റ്റും ക്രൈം വിങ്ങും സംയുക്തമായി നടത്തിയ അല്ലെങ്കിൽ ഈ സംഘം ചേർന്നുകൊണ്ടാണ് പ്രതികളെ പിടികൂടിയത്. ശ്യാം നിവാസിയായ മുഹമ്മദ് ലത്തീഫ്, സുജാത്ഗഞ്ച് നിവാസിയായ മുഹമ്മദ് സായിം എന്നിവരെയാണ് അറസ്റ്റിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതായും RPF ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജധാനി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടാവുന്നത്. ട്രെയിനിന്റെ 3 AC കോച്ചുകളുടെ ജനൽ ചില്ലുകളാണ് കല്ലേറിൽ തകർന്നതും. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാൺപൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും കല്ലെറിഞ്ഞ മറ്റ് സംഭവങ്ങളിലുള്ള അവരുടെ പങ്കിനെ കുറിച്ചും അന്വേഷിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ RPF ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരിക്കുകയാണ്. തലനാഴിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായതും. UPയിലെ ലക്നൌവിലെ ദിലാവർ നഗരത്തിലും അതുപോലെ റഹീമാബാദ് സ്റ്റേഷനും ഇടയിലായി അവിടെയുള്ള റെയിൽവേ ട്രാക്കിന് ഇടയിലായി അക്രമികൾ മരക്കഷ്ണം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നിരന്തരം ജിഹാദികൾ ശ്രമം നടത്തുന്നതും. കേരളത്തിലടക്കം ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു. അതേസമയം ലോക്കോ പൈലറ്റിന്റെയും സുരക്ഷാ ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ അതിൽ ഇല്ലാതാവുകയായിരുന്നു. 2 അടി നീളവും 6 ഇഞ്ച് കനവുമുള്ള ഒരു മരക്കഷ്ണം ആരോ മനഃപൂർവ്വം റെയിൽവേ ട്രാക്കിൽ വെക്കുകയായിരുന്നു. അതേ റെയിൽവേ ട്രാക്കിൽ സഹർസിയിൽ നിന്ന് ആനന്ദ് ബിഹാറിലേക്കുള്ള ഗരീബ്നാഥ് സ്പെഷ്യൽ ട്രെയിൻ പുലർച്ചെ 2:45 എത്തേണ്ടതായിരുന്നു. എന്നാൽ ട്രെയിൻ വൈകിയാണ് ഓടിയെത്തിയത്. അതേസമയം കാശി വിശ്വനാഥ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ മരക്കഷ്ണം കാണുകയും തുടർന്ന് ലോക്കോ പൈലറ്റ് ഇക്കാര്യം റഹീമാബാദ് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗരീബ്നാഥ് ട്രെയിൻ മാലിഹാബാദ് സ്റ്റേഷനിൽ നിർത്തിയിടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം റെയിൽവേ ജീവനക്കാർ ട്രാക്കിൽ നിന്ന് മരക്കഷ്ണം നീക്കം ചെയ്യുകയും സംഭവത്തിൽ റഹീമാബാദ് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ചും RPF ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അതുപോലെ റെയിൽവേ അധികൃതർ വിവരം ലഭിച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ ഈ പാളത്തിലൂടെ വരികയായിരുന്ന ഗരീബ്നാഥ് ട്രെയിൻ മലിഹാബാദ് സ്റ്റേഷനിൽ നിർത്തിയിടുകയും ട്രെയിൻ പാളം തെറ്റാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ വലിയ തടിക്കഷ്ണവും ഏതാനും ചില്ലകൾ അതായത് ഈ മരത്തിന്റെ കൊമ്പുകൾ എല്ലാം തന്നെ ഈ പാളത്തിലേക്ക് കൊണ്ടിടുകയും അത് കണ്ടെത്തുകയും ചെയ്തതായും റെയിൽവേ അധികൃതരാണ് പുറത്തുവിട്ടത്. അതുപോലെ ലഭിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.